വളരെ ദൗർഭാഗ്യകരമായ ദുരന്തമാണ്. ദുരന്തത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. നിലവിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രാഥമികമായ വിവരം, ഒരാൾ മരണപ്പെട്ടു ദുരന്തത്തിൽ. 7 പേര് ആശുപത്രിയിലാണ്, 7 പേര് മിസ്സിംഗ് ആണ്, അവരെ കാണാതായിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ മീനങ്ങാടിയിൽ നിന്നുള്ള നമ്മുടെ ഫോഴ്സ് അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കോഴിക്കോട് നിന്നുള്ള ഫോഴ്സ് കൂടി എത്തിച്ചേരും. പോലീസും ഫയർഫോഴ്സും അടക്കമുള്ള സംസ്ഥാന പോലീസിൻ്റെ സംവിധാനങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തൃശ്ശൂരിൽ നിന്ന് ഡിഫൻസിൻ്റെ ഒരു സെക്യൂരിറ്റി ഫോഴ്സ് റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. എല്ലാ സംവിധാനങ്ങളും അവിടെ വളരെ പെട്ടെന്ന് എത്തും. ഇത് മുൻകൂട്ടി ഈ മണ്ണ് നീക്കം ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളതായിരുന്നു. ജില്ലാ കളക്ടറും ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ചെയർമാനും 20-ാം തീയതി തന്നെ ഉത്തരവിറക്കി ഇതെല്ലാം നീക്കം ചെയ്യണമെന്ന് പറഞ്ഞിരുന്നതാണ്. PWD മന്ത്രി യോഗം ചേർന്ന് ഇത് അടിയന്തരമായി നീക്കം ചെയ്യണം എന്ന് കോൺട്രാക്ടർമാരെ അറിയിച്ചിട്ടുള്ളതായിരുന്നു നേരത്തെ തന്നെ. പക്ഷെ അവർ അതിൻ്റെ കരാറുകാർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെയും ജില്ലാ കളക്ടറുടെയും മന്ത്രിയുടെയും നിർദ്ദേശം അവർ പാലിച്ചില്ല. കനത്ത മഴ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട്. രാവിലെ 225 സെന്റിമീറ്റർ മഴ പെയ്തു എന്നുള്ളതാണ്. ഇപ്പോഴും മഴയുണ്ട്, വലിയ മഴയല്ലെങ്കിലും രക്ഷാപ്രവർത്തനത്തിന് പ്രയാസം ഉണ്ടാക്കുന്ന തരത്തിലുള്ള മഴയുണ്ട്. ഇതൊരു ചെളി കലർന്ന മണ്ണാണ്. അവിടുത്തെ മണ്ണിന്റെ ഘടന വളരെ വ്യത്യാസമാണ്. അതിങ്ങനെ സ്ക്രാപ്പ് ചെയ്താണ് വെച്ചിരുന്നത്. അത് നിലനിൽക്കുന്നതല്ല എന്ന് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അവിടെ പോയി തന്നെ കണ്ടു പരിശോധിച്ച് ബന്ധപ്പെട്ടവർക്ക് അവിടെ ആവശ്യപ്പെട്ടിരുന്നതാണ്. ഒരു കരാറുകാരാണ് അത് നീക്കം ചെയ്യായിരുന്നത്. എന്തായാലും വളരെ ദൗർഭാഗ്യകരമായ ദുരന്തമാണ്. ദുരന്തത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. ഇത്രയും വലിയൊരു മണ്ണിടിച്ചിൽ വരുന്ന സ്ഥലത്ത് പോലും ആൾക്കാരുടെ വീഡിയോ പിടുത്തം, എത്ര മനുഷ്യൻ്റെ മനസ്സ് അതപ്പതിച്ചു പോയെന്നാണ്. എല്ലാവരും നിസ്സാരം പോലെയാണ് കാണുന്നത്. അത്രയും വലിയൊരു അപകടം മുഖത്ത് നിന്ന് വീഡിയോ പിടിച്ച് ഷൈൻ ചെയ്ത് ആ സോഷ്യൽ മീഡിയയിലിട്ട് വൈറലാക്കാൻ നിന്ന് അപകടത്തിൽ പെട്ട ആൾക്കാരാണ് അതിനകത്തുള്ളത്. നോക്കിക്കണിച്ച് അകലെ നിന്നിട്ടും കൂടെ അത്രയേറെ മണ്ണിടിഞ്ഞു വന്ന് ആ വാഹനം വരെ തള്ളി നീക്കുന്ന അവസ്ഥയിലോട്ടും അവിടെ ദേഹത്ത് മണ്ണ് മറിഞ്ഞു പോകുന്നതും എല്ലാം നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഒന്ന് എന്താണ്, സ്വയം സംരക്ഷണം, സ്വന്തം ജീവനാണ് എന്നൊരു ചിന്തയെങ്കിലും ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. കാരണം ആ ഒരു കാര്യക്ഷമത ഇല്ലായ്മ, ഒരു ബുദ്ധിയില്ലായ്മ, അത് നമ്മുടെ മലയാളിക്കിടയിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. എല്ലാം ഒരു നിസ്സാരമായിട്ടാണ് കാണുന്നത്. പ്രകൃതിക്ഷോഭമാണ്, നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നും കാര്യം നിൽക്കില്ല, എല്ലാവർക്കും അറിയാം. എങ്കിലും ഇന്ന ഒരു അതിർവരമ്പിൽ നിൽക്കും എന്ന് ഒരു മനക്കണക്ക് കൂട്ടി ആണ് ഇത്തരം ഒരു അപകടത്തിൻ്റെ ഭീകരതയിലോട്ട് ചെന്ന് വീണു പോകുന്നത്. ആ ചൂരൽമലയുടെ അപകടം നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഉറക്കത്തിൽ വന്നത് ഇതിപ്പോൾ ഇടിഞ്ഞു വരുന്നു എന്ന് കണ്ടിട്ടും കൂടെ അത് കാണാനുള്ള ഒരു ടെൻഡൻസിയിൽ എൻ്റെ അടുത്തോട്ട് പോയി കൂടുതൽ അത് കാണാനുള്ള ആ ഒരു എന്താണ് മാനസിക നിലവാരം, ഒരു മനുഷ്യൻ എത്രമാത്രം ചിന്തയില്ലാത്തവനായി മാറി എന്നതിൻ്റെ ഒരു തെളിവാണ്. അപ്പോൾ ഇത്തരം അപകടങ്ങൾ കൂടുതലും വിളിച്ച് വരുത്താതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് ദുരന്ത മുഖത്ത് നിന്ന് മാറി നിൽക്കാനും സ്വന്തം ജീവനെങ്കിലും നഷ്ടപ്പെടുത്താതിരിക്കാനും അങ്ങോട്ട് പോകുന്ന ആൾക്കാരോട് പോകരുതെന്ന് പറയാനുള്ള ഒരു മാനസിക നില ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ്. നോക്കിക്കോണം, അത് 5-6 പേര് മരണപ്പെട്ടു, കുറേ ആൾക്കാർ അതിൻ്റെ അടിയിൽപ്പെട്ടു എന്നൊക്കെ ഉണ്ട്. എത്രയോ ആൾക്കാർ അതിൻ്റെ കുറച്ച് അകലാണെങ്കിൽ പോലും വീഡിയോ പിടിച്ചുമൊക്കെ നിന്ന ആൾക്കാരാണ് അപകടത്തിൽപ്പെട്ടത്. അപ്പോൾ സർക്കാരെ കുറ്റം പറയാനും മാറി സർക്കാരിനെ ഇത്തരം അപകടങ്ങളെ കുറ്റം പറയാനും പറ്റില്ല. സ്വയം കെയർ ചെയ്യാവുന്നത്, സ്വന്തം സംരക്ഷണം ഉറപ്പുവരുത്താൻ ഓരോ വ്യക്തികൾ തന്നെ സ്വയം ഒരു തീരുമാനം, സ്വയം സംരക്ഷണം ഒരുക്കേണ്ടത് അവനവൻ തന്നെയാണ്. അതേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ
പ്രകൃതി ദുരന്തത്തെ നമുക്ക് സർക്കാരുകളെയോ അല്ലെങ്കിൽ മന്ത്രിമാരുടെ ഭരണത്തിനോ ഒന്നും പറയാൻ പറ്റില്ല. അപ്പം മാക്സിമം ഒരു കവചം, സ്വയം ഒരു കവചം തീർക്കാൻ ഓരോ വ്യക്തികൾക്കും പറ്റണം.